നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ അതിനൊപ്പം ഉയർന്നു കേട്ടൊരു പേരായിരുന്നു DCC പ്രസിഡന്റ് VS ജോയിയുടേത്. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ VS ജോയി തന്നെ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്? താങ്കളുടെ പേരും ഉയർന്നു കേട്ടിരുന്നല്ലോ. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് ഇന്ന് UDFന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാൻ കഴിയാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത്. പ്രത്യേകിച്ച് പതിറ്റാണ്ടുകളായി ഈ ജില്ലയിൽ കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്ന പ്രിയപ്പെട്ട ആര്യാടൻ സാറിൻ്റെ പുത്രനാണ് അദ്ദേഹം. പതിറ്റാണ്ടുകളായി പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നിലമ്പൂരിൻ്റെ നിറസാന്നിധ്യമാണ് അദ്ദേഹം. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ, മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. ദേശീയ പുരസ്കാരം വരെ നേടിയിട്ടുള്ള ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭ കൂടിയാണ്. എല്ലാം കൊണ്ടും നല്ല മികച്ച ഒരു പ്രതിഭാശാലിയായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയം നേടാൻ കഴിയുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്? താങ്കളെ വിളിച്ച് ഇത്തവണ ഷൗക്കത്താവട്ടെ, അടുത്ത തവണ നോക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞോ കോൺഗ്രസ് നേതൃത്വം? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ചാനലുകൾ കൊടുക്കുന്ന വാർത്തകൾ മാത്രമാണ്. കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായ നടപടിക്രമങ്ങളുണ്ട്. ആ സ്വാഭാവികമായ നടപടിക്രമങ്ങളിലൂടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വമൊക്കെ ആലോചിച്ച് UDFൻ്റെ ഘടകകക്ഷികളൊക്കെ ആയിട്ട് ആലോചിച്ച് സ്വാഭാവികമായ ഒരു തീരുമാനമാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്നു, നിങ്ങളൊക്കെ ഇതിനകത്ത് പ്രയാസം ഉണ്ടാവും, പിണക്കുണ്ടാവും, പരിവവും ഉണ്ടാവും, പൊട്ടിത്തെറി ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഒരിക്കലുമില്ലാത്ത ഐക്യത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും. അതാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയൊരു മത്സരം നടന്നിട്ടുണ്ട്. ആ മത്സരത്തിൽ താങ്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ആൾ PV അൻവറാണ്. അദ്ദേഹം ഒപ്പം നിന്നതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അങ്ങനെ ഒരു വലിയ മത്സരം നടന്നിട്ടില്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. തീർച്ചയായും പാർട്ടി നേതൃത്വം പല വശങ്ങളും പല കാര്യങ്ങളും പരിഗണിച്ച് ചർച്ചകൾ ചെയ്തിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. പിന്നെ PV അൻവർ രാജിവെച്ച ഘട്ടത്തിലാണ് അങ്ങനെ ഒരു നിലപാട് പറഞ്ഞത്. പിന്നെ അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല വിധത്തിൽ ചാനലുകൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടി ചോദിച്ച് പല രീതിയിൽ വ്യാഖ്യാനിച്ച് പല വാർത്തകൾ വരുത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും PV അൻവർ ആര് സ്ഥാനാർത്ഥിയായാലും മത്സരിക്കും, ആരും സ്ഥാനാർത്ഥിയായാലും അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഘട്ടത്തിൽ അദ്ദേഹം ചില പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിലും അത് പരിഹരിക്കും. ഈ വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ കാണിക്കുന്നതിന് മുമ്പ് തന്നെ UDFൻ്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ആ വിഷയം പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ മലപ്പുറത്തെ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വേഴ്സസ് VS ജോയി എന്നൊരു സാധനം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ആര്യാടൻ ഷൗക്കത്ത് ഇടപെട്ട് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതും DCCയെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഫൈറ്റ് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഇനി പരിഹരിക്കാൻ പോവാണോ, അതോ ഒരുപക്ഷെ ഇനി കൂടുതൽ പ്രശ്നത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ആ പ്രശ്നങ്ങളൊക്കെ താൽക്കാലികമായി അന്നുണ്ടായ ചെറിയ സംഘടനാപരമായ വിഷയങ്ങളൊക്കെയാണ്. അതൊക്കെ അന്ന് തന്നെ പരിഹരിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒറ്റക്കെട്ടായ ഒരു മനസ്സോടുകൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വന്നത് മുതൽ ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥി ആരായാലും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് എല്ലാവരും ഒരുമിച്ചാണ് നടത്തിയിട്ടുള്ളത്. ഇനിയും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകും. അതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. കാരണം പിണറായിസത്തിൻ്റെ പിടിയിൽ കേരളം ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരസ്പരം ഉള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അവധി കൊടുത്ത് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പാർട്ടിയെ ശക്തിപ്പെടുത്തുക, പാർട്ടിയെ തിരികെ കൊണ്ടുവരിക, നാടിനെ രക്ഷിക്കുക എന്നുള്ള ദൗത്യമാണ് ഒരു പൊതുപ്രവർത്തകൻ ഏറ്റെടുക്കാനുള്ളത്. ആ ദൗത്യമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. താങ്കളുടെ പേരൊക്കെ വന്ന സമയത്ത് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് താങ്കൾക്കൊരു റൈറ്റ് ടൈമാണ് മത്സരിക്കാനുള്ളതെന്ന് തോന്നിയിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പാർട്ടി നേതൃത്വം പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഓരോ സമയത്ത് നമ്മൾ ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിക്കും. ഇന്ന് തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പദവിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ ആഗ്രഹിക്കാതെ പാർട്ടി ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. ഞാൻ ആ ദൗത്യമായിട്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ദൗത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇന്ന് എന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ പൂർണ്ണ സംതൃപ്തനാണ്. പിന്നെ പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്തെങ്കിലും ഏൽപ്പിക്കണമെന്ന് പാർട്ടിക്ക് തോന്നുന്ന ഘട്ടത്തിൽ അത് ഏൽപ്പിക്കും. അതിലെനിക്ക് പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമാണുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു അവസരം എന്തായാലും കിട്ടും. ഇന്നല്ലെങ്കിലും നാളെ അല്ലെങ്കിലും എന്ന് അവസരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ പാർട്ടി ഇതുവരെ തന്ന അവസരങ്ങളിൽ സംതൃപ്തനാണ്. ആര്യാടൻ ഷൗക്കത്തിനോട് തോളോട് തോൾ ചേർന്ന് നാളെ പ്രവർത്തിക്കും, അങ്ങനെയാണ്? തീർച്ചയായും, അതിനൊരു തർക്കമില്ല. ആര്യാടൻ ഷൗക്കത്ത് UDFൻ്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. നാളെ അദ്ദേഹം ഞങ്ങളുടെ MLA ആണ്. നാളെ ഈ കോൺഗ്രസിൻ്റെ ഈ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിനെ നയിക്കേണ്ടുന്ന നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തോളോട് തോൾ ചേർന്ന് തന്നെ പ്രവർത്തിക്കും. ഈ VS ജോയി സ്ഥാനാർത്ഥിയാവണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് മനുഷ്യർ വേറെ ഉണ്ടാവും കോൺഗ്രസിനകത്ത്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? സ്വാഭാവികമായും അവരൊക്കെ എൻ്റെ വികാരം തന്നെയാണ്. എല്ലാവരും ഇതൊക്കെ ഉൾക്കൊണ്ട് എല്ലാവരും ഐക്യത്തോടു കൂടി പോകേണ്ടുന്നൊരു സന്ദർഭമാണെന്നുള്ള തിരിച്ചറിവും ബോധ്യം എല്ലാവർക്കും ഉണ്ട്. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കും.
ഒരു തരി പോലും സങ്കടമില്ലെന്ന് അവസാന നിമിഷത്തിലും പറയാൻ പറ്റും. ഒരു തരിയല്ല, അരത്തരി പോലും സങ്കടമല്ല. അതാണ് ആര്യടൻ ഷൗക്കത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് നാളെ ഗോദയിലേക്ക് ഇറങ്ങുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നല്ലെങ്കിൽ ഒരു പക്ഷേ നാളെ എപ്പോൾ പാർട്ടി പറഞ്ഞാലും ആ സമയത്ത് മത്സരിക്കും, അതല്ലെങ്കിൽ തന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ജോൺ ടി കെക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.